കച്ചത്തെ ദ്വീപ് വിഷയത്തിൽ DMKയെ കടന്നാക്രമിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തമിഴ്നാടിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ DMKയെ പരാജയപ്പെട്ടു. DMKയുടെ ഇരട്ടത്താപ്പിന്റെ ചരിത്രമാണ് പുറത്തുവരുന്നത് എന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. അതേസമയം കോൺഗ്രസും DMKയും മുൻകാല വസ്തുതകൾ മറച്ചുവെക്കുന്നുവെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ വ്യക്തമാക്കി. And why am I bringing it up? I am bringing it up today because fishermen are still being detained. Boats are still being apprehended. Issue is still being raised in Parliament. But it's being raised in Parliament by two parties who actually did it and say, oh, I had nothing to do with this. So I think the truth must come out. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, നമുക്കറിയാം കഴിഞ്ഞ ദിവസം BJP തമിഴ്നാട് അധ്യക്ഷൻ അണ്ണാമലയാണ് വിവരാവകാശ രേഖ പ്രകാരം കച്ചത്തെ ദ്വീപ് കോൺഗ്രസ് സർക്കാർ നിസ്സാരമായി വിട്ടുകൊടുത്തതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിട്ടതും പ്രധാനമന്ത്രി അതിൽ കൃത്യമായി പ്രതികരണം നടത്തി. നമുക്കറിയാം സ്റ്റാലിൻ ഉൾപ്പെടെ പ്രധാനമന്ത്രിക്ക് കത്തയച്ച സാഹചര്യം ഉണ്ടായിരുന്നു, കച്ചദ്വീപ് തിരിച്ചു പിടിക്കണം എന്നാവശ്യപ്പെട്ടു. പക്ഷേ കോൺഗ്രസും DMK ഈ ഒരു വിഷയത്തിൽ നടത്തുന്ന ഇരട്ടത്താപ്പ് ഇപ്പോൾ തുറന്നുകാട്ടപ്പെടുകയാണ്. വിദേശകാര്യമന്ത്രി S. ജയശങ്കറും രൂക്ഷമായ ആരോപണമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. എങ്ങനെ നോക്കിക്കാണാം സാഹചര്യത്തെ? ലക്ഷ്മി, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കച്ചദ്വീപ് വലിയ ചർച്ചാ വിഷയമായി മാറുകയാണ്. ഇന്നിപ്പോൾ കേന്ദ്ര വിദേശകാര്യമന്ത്രി S. ജയശങ്കർ തന്നെ കച്ചദ്വീപ് എന്ന വളരെ തന്ത്രപ്രധാനമായ ദ്വീപ് ശ്രീലങ്കയ്ക്ക് നിസ്സാരമായി ഭാരതം എങ്ങനെയാണ് വിട്ടു നൽകിയത്, അല്ലെങ്കിൽ അന്ന് ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്തുണ്ടായ വലിയ പാളിച്ചയുടെ ചരിത്രം എന്താണ് എന്ന വിശദീകരണമാണ് ഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ പ്രസ് മീറ്റ് വിളിച്ചുകൊണ്ട് ഭാരതത്തിൻ്റെ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ചൂണ്ടിക്കാണിക്കുന്നത്. കച്ചദ്വീപ് നമുക്കറിയാം, രാമേശ്വരത്ത് നിന്നും കേവലം 20 കിലോമീറ്റർ മാത്രം അകലെയുള്ള 1.9 സ്ക്വയർ കിലോമീറ്റർ വരുന്ന ഒരു ദ്വീപ് പ്രദേശമാണ്. ഇത് എല്ലാ അർത്ഥത്തിലും ഭാരതത്തിൻ്റെതായ ഭൂപ്രദേശമായിരുന്നു. 47-ൽ സ്വാതന്ത്ര്യത്തിന് മുൻപ് രാമനാഥപുരം നാട്ടുരാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. പിന്നീട് 47-ന് ശേഷം അത് മദ്രാസ് സ്റ്റേറ്റിൻ്റെ ഭാഗമായി കൂടിച്ചേർന്നു. എന്നാൽ 1974-ൽ ഇന്ദിരാഗാന്ധി ഭരണകൂടം ഈ കച്ചദ്വീപ് ശ്രീലങ്കയ്ക്ക് നിസ്സാരമായി തന്നെ വിട്ടു നൽകി. അതും പാർലമെന്റിനെ അറിയിക്കാതെ ഇത്തരത്തിലൊരു നീക്കം നടത്തി എന്നതാണ് വളരെ ശ്രദ്ധേയമാകുന്നത്. ഇതിൽ ഏറ്റവും വലിയ പ്രശ്നമായി BJP ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് ഈ ദ്വീപിനെ നിസ്സാരമായി കണ്ടു എന്നുള്ളതാണ്. അതായത് ജവഹർലാൽ നെഹ്റു 1961-ൽ പറഞ്ഞത് ഇതൊരു ഒന്നിനും കൊള്ളാത്ത ഭൂമിയാണ്, അല്ലെങ്കിൽ ഒന്നിനും കൊള്ളാത്ത ഒരു ദ്വീപാണ്, അതിന് താൻ ഒരു തരത്തിലുമുള്ള പ്രാധാന്യം നൽകുന്നില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ ചൈന നേരത്തെ അക്സായി ചിൻ പിടിച്ചെടുക്കുന്ന ഘട്ടത്തിൽ പുല്ലുപോലും കിളുക്കാത്ത പ്രദേശം എന്നായിരുന്നു അക്സായി ചിൻ പോലെ വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു പ്രദേശത്തെ ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത്. അതുപോലെ തന്നെയാണ് ഈ ശ്രീലങ്കയും ഭാരതത്തിനും ഇടയിലുള്ള ഈ കച്ചദ്വീപിനെ പറ്റിയും നെഹ്റു പറഞ്ഞത്. അന്നത്തെ അറ്റോർണി ജനറലും അതോടൊപ്പം തന്നെ വിദേശകാര്യ മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമൊക്കെ ഒരു കാരണവശാലും ഈ പ്രദേശം ശ്രീലങ്കയ്ക്ക് നൽകാൻ പാടില്ല എന്ന് മാത്രമല്ല, ശ്രീലങ്കയ്ക്ക് ക്ലെയിം ചെയ്യുവാൻ ഒരു തരത്തിലുമുള്ള ഡോക്യുമെന്റ്സും ഇല്ല എന്ന നിയമ ഉപദേശവും എന്ന നിർദ്ദേശവുമാണ് അന്ന് വിദേശകാര്യ മന്ത്രാലയമാണെങ്കിലും അറ്റോർണി ജനറൽ ആണെങ്കിലും നൽകിയത്. പക്ഷെ അതിനെല്ലാം അവഗണിച്ച നെഹ്റുവും പിന്നീട് നെഹ്റുവിന്റെ മരണശേഷം പിന്നീട് 67-ൽ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായി എത്തുന്നു. ആ കാലഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് നീക്കുപോക്കുകൾ നടത്തി. അങ്ങനെ 1974-ലാണ് ഈ തന്ത്രപ്രധാനമായ ദ്വീപ് ശ്രീലങ്കയ്ക്ക് നൽകുന്നത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിസന്ധിയുടെ കാരണം എന്നത് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ മാത്രം, ഇന്നിപ്പോൾ ജയശങ്കർ ചൂണ്ടിക്കാണിക്കുന്നത് 10 വർഷത്തിനിടയിൽ മാത്രം 6000-ലധികം തമിഴ് മത്സ്യത്തൊഴിലാളികളെ ശ്രീലങ്ക കസ്റ്റഡിയിലെടുക്കുകയും 1000-ലധികം മത്സ്യബന്ധന സാധനങ്ങൾ, അതായത് മത്സ്യബന്ധനത്തിനായി ഉപയോഗിക്കുന്ന വല, അതോടൊപ്പം തന്നെ മറ്റ് ബോട്ടുകൾ, ഇതെല്ലാം പിടിച്ചെടുക്കുകയും നശിപ്പിക്കുകയും ശ്രീലങ്ക ചെയ്തിട്ടുണ്ട്. അത് ഈ കച്ചദ്വീപിൽ മത്സ്യബന്ധനം നടത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് 6000-ലധികം തമിഴ് മത്സ്യത്തൊഴിലാളികളെ ശ്രീലങ്ക കസ്റ്റഡിയിലെടുക്കുകയും അവരുടെ ഉപകരണങ്ങൾ നശിപ്പിക്കുകയും ഒക്കെ ചെയ്തത്. ഈ ഘട്ടത്തിൽ DMK പോലെയുള്ള തമിഴ്നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന DMK, പലതവണ കേന്ദ്രത്തിന് കത്തെഴുതുകയാണ് കച്ചദ്വീപ് വിഷയത്തിൽ ഇടപെടണമെന്നത്. ഇതിലെ ഇരട്ടത്താപ്പാണ് BJP ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം 1974-ൽ കോൺഗ്രസും അതോടൊപ്പം തന്നെ അന്ന് തമിഴ്നാട്ടിൽ അധികാരത്തിലിരുന്ന കരുണാനിധിയുടെ നേതൃത്വത്തിലുള്ള DMK സർക്കാരും ചേർന്നുകൊണ്ടാണ് ഈ കച്ചദ്വീപ് പ്രദേശം ശ്രീലങ്കയ്ക്ക് കൈമാറിയത്. അതേ DMK തന്നെ ഇപ്പോൾ തങ്ങളുടെ മത്സ്യത്തൊഴിലാളികളെ പിടിക്കുന്ന ശ്രീലങ്കയ്ക്കെതിരെ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്രത്തിന് കത്തെഴുതുന്നു. ഇത് ഇരട്ടത്താപ്പാണ് എന്നാണ് ജയശങ്കറും പ്രധാനമന്ത്രി പ്രത്യേകിച്ച് പറഞ്ഞത്. ഈ DMKയും കോൺഗ്രസും അല്ല, ഫാമിലി യൂണിറ്റുകളാണ്. അവർ അവരുടെ മക്കളുടെ താല്പര്യങ്ങൾ മാത്രമേ നോക്കുന്നുള്ളൂ. കുടുംബത്തിലെ ഈ മത്സ്യത്തൊഴിലാളികളുടെ, ഗൗതം ഇപ്പോൾ സൂചിപ്പിച്ച എത്രയോ ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികളുടെ താല്പര്യങ്ങൾ ബലികഴിക്കപ്പെട്ട ഈ ഒരു ദ്വീപുമായി ബന്ധപ്പെട്ട ആ ഒരു സാഹചര്യമൊക്കെ തുറന്നു കാട്ടിയത്. അതിൽ പ്രതിരോധത്തിലായതുകൊണ്ടായിരിക്കും സ്റ്റാലിൻ ഇപ്പോൾ ചില ചോദ്യങ്ങളുമായിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ട് സ്റ്റാലിൻ കോൺഗ്രസ് സർക്കാരിനോട്
ക്ഷമിക്കണം, കോൺഗ്രസിനോട് അത് സർക്കാർ ഉണ്ടായിരുന്ന കാലത്ത് അവർ ഈ ദ്വീപ് നിസ്സാരമായി വിട്ടുകൊടുത്ത ചോദ്യം തിരിഞ്ഞ് നീ മുന്നണിയിൽ നിന്ന് മാറുമെന്ന് ചോദിക്കാത്തത് എന്നുള്ള സ്വാഭാവികമായൊരു സംശയമല്ലേ? അത് തന്നെയാണ് ലക്ഷ്മി. അതായത് ഈ പാർട്ടികൾക്കൊന്നും കൃത്യമായ നിലപാടുകൾ ഇല്ല എന്നത് എടുത്തു പറയേണ്ടതാണ്. കാരണം പല ഘട്ടങ്ങളിലും പല നിലപാടുകൾ സ്വീകരിക്കുന്നു. പ്രത്യേകിച്ച് തമിഴ്നാടിനോടുള്ള ഒരു വഞ്ചനയായിട്ടാണ് BJP ഇപ്പോൾ ഈ വിഷയത്തെ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം തമിഴ് മക്കളെ തുടർച്ചയായി ശ്രീലങ്ക പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യം ഈ കച്ചദ്വീപിൽ മത്സ്യബന്ധനം നടത്തുന്നതിന്റെ പേരിൽ ചെയ്യുന്നു. 74 ഈ പ്രദേശം നൽകിയിട്ടുള്ള DMK തന്നെയാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ അധികാരത്തിലിരിക്കുന്നത്. ഇതേ DMK വസ്തുതകൾ മറച്ചു പിടിച്ചുകൊണ്ട് കച്ചദ്വീപ് വിഷയം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രത്തിന് കത്തെഴുതുകയും ചെയ്യുന്നത് തീർച്ചയായും ഇരട്ടത്താപ്പാണ്. മാത്രമല്ല കോൺഗ്രസും DMKയും ഇപ്പോൾ സഖ്യമാണ്. ആ കാലഘട്ടങ്ങളിൽ 1974 ഈ പ്രദേശം ശ്രീലങ്കയ്ക്ക് വിട്ടു നൽകുന്ന ഘട്ടത്തിലും കോൺഗ്രസും DMKയും തമ്മിൽ മികച്ച ബന്ധമുണ്ടായിരുന്നു, രാഷ്ട്രീയ ബന്ധമുണ്ടായിരുന്നു. ആ രീതിയിൽ നോക്കുമ്പോൾ ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടികളും ഇപ്പോൾ ഇതിന് മറുപടി നൽകേണ്ട ഒരു പശ്ചാത്തലമാണ്. എന്തായാലും ചില നിർണായകമായ ഡോക്യുമെന്റുകൾ ഇപ്പോൾ ശേഖരിച്ചത് BJPയുടെ തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള K. അണ്ണാമലയാണ്. അദ്ദേഹം വിദേശകാര്യ മന്ത്രാലയത്തിലും മറ്റും RTI നൽകി. അന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഈ എഗ്രിമെന്റുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ രേഖകളും ഇപ്പോൾ ശേഖരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതേ തുടർന്നാണ് കച്ചദ്വീപുമായി ബന്ധപ്പെട്ട വിഷയം ഇപ്പോൾ ചൂടേറിയ ചർച്ചയായി മാറുന്നത്. എന്നാൽ ജയശങ്കർ രാവിലെ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പ്രത്യേകം പറഞ്ഞൊരു കാര്യം, ഇതൊരു തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് ചർച്ചയാക്കുന്നതല്ല. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 21 തവണ അഡ്വക്കേറ്റ് ജയശങ്കർ തന്നെ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ കച്ചദ്വീപുമായി ബന്ധപ്പെട്ട് 21 മറുപടികൾ പാർലമെന്റിൽ നൽകിയെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇത് തമിഴ്നാട്ടിലൊരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാത്രം ഉയരുന്ന വിഷയമല്ല, മറിച്ച് വിവിധ ഘട്ടങ്ങളിൽ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കുകയും അതിന് മറുപടി നൽകുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇപ്പോൾ അണ്ണാമലൈ ഈ രേഖകൾ ശേഖരിച്ചത് കൊണ്ടാണ് ഇത് കൂടുതൽ ചൂടുപിടിക്കുന്നത് എന്നേ ഉള്ളൂ. അല്ലാതെ BJPയെ സംബന്ധിച്ച് ഇതൊരു തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ മാത്രം ഉയർത്താനുള്ള ഒരു വിഷയമല്ല. കച്ചദ്വീപ് എങ്ങനെയാണ് ആ ദ്വീപ് ഭാരതത്തെ വഞ്ചിച്ചുകൊണ്ട് ശ്രീലങ്കയ്ക്ക് ഇവിടുത്തെ ഭരണാധികാരികൾ നൽകിയത് എന്നതിന്റെ വസ്തുത ജനങ്ങളിൽ എത്തിക്കാനാണ് ശ്രമിക്കുന്നത്, അല്ലാതെ തെരഞ്ഞെടുപ്പ് വിഷയമല്ല എന്നാണ് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ചൂണ്ടിക്കാണിച്ചത്. ഗൗതമാണ് വിവരങ്ങൾ നൽകിയത്.